പുനരുദ്ധാരണത്തിന്റെ ചില ഏർപ്പാടുകൾ ചെയ്യാനുണ്ട്. എന്താ പരമേശ്വരൻ വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ പോകാൻ സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാം. എന്റെ ബാല, ഞാനിവിടെ വെറുതെ ഇരുന്ന് വേറിറങ്ങിയല്ലേ, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വയലിലേക്ക് വരാം. ഓർമ്മകൾ പുതുക്കാൻ പറ്റിയില്ലെങ്കിലും ഓടിക്കളിച്ച മണ്ണിലൂടെ വെറുതെ ഒന്ന് നടക്കെങ്കിലും ചെയ്യാലോ. എങ്കിലേ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇതിലങ്ങ് പൊക്കോ. ഞാൻ ഈ തൊണ്ടും കൊണ്ടേ അങ്ങ് നടന്നു വരാം. ആ തൊണ്ട അതിലങ്ങ് വെച്ചേക്ക്. നീ ഇതും ചുവന്നുകൊണ്ട് അതുവരെ നടക്കണ്ടേ? തൊണ്ടല്ലേ, പാറക്കല്ലൊന്നും അല്ലല്ലോ. ഈ കൂട്ടുകാരനെ കൊണ്ട് പോകുമ്പോഴേ മുന്നിൽ ഈ ചാക്കേട്ടിരിക്കുന്നത് കാണാത്ര സുഖമൊന്നും ഉണ്ടാവുകയല്ല. നമ്മക്കിതൊക്കെ ശീലമാണെങ്കിലും കൂട്ടുകാരൻ അതൊരു നാണക്കേടാവും. ഗോവിന്ദ, ഞാനും ഈ മണ്ണിൽ ജനിച്ചു വളർന്നതാ. മാത്രമല്ല അതിലൊരു നാണക്കേടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലേ അത് വേണ്ട. ഇവനെ എന്റെ തോളിലിരിക്കാൻ വേണ്ടേ ഉള്ളൂ. നിങ്ങളങ്ങ് വന്നാ മതി, ഞാൻ പോവാം. എന്നാ വാ കേറ്. ബാല, ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരാം. അമ്മേ, സാധനം എടുക്ക്. ഏത് സാധനം? സമയമില്ല. അമ്മയുടെ ബാഗ് എവിടെ? ബാഗ് കട്ടിലിനടിയിലുണ്ട്. എടാ, എന്താടാ കാര്യമൊന്ന് പറ. ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവുക? ഇതിന്ന് കുറച്ചെനിക്ക് വേണം. എടാ, ഇത് മാരക വിഷമാ. 50 ആനകളുടെ ജീവൻ എടുക്കാനുള്ള കരുത്തുണ്ട് ഇതിന്. അതറിയോ നിനക്ക്? ഇത് രക്തത്തിൽ കലർന്ന പതുക്കെ പതുക്കെയായിരിക്കും മരണം. നീ ഇത് ആർക്കും കൊടുക്കാൻ പോവുക? ബാൽ എന്തെങ്കിലും ആകുന്നത് കണ്ടാലല്ലേ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്. ഇന്ന് അമ്മ ആ കാഴ്ച കാണാൻ പോവാ. ബാലൻ കരയും, വാവിട്ട് കരയും. അതിന് ഞാനൊരു പണി കൊടുക്കാൻ പോവാ. നീ കാര്യം പറ പരമേശ്വര. അമ്മ തയ്യാറായിരുന്നോ ചിരിക്കാൻ, ആസ്വദിച്ച് ചിരിക്കാൻ, ബാലന്റെ കരച്ചിൽ കണ്ട് ചിരിക്കാൻ? സത്യം പറയാലോ ബാല, ഈ നാടും ഈ നാടിന്റെ സൗന്ദര്യം വിട്ടുപോയതില് ഇപ്പൊ സങ്കടം തോന്നുക. അതിന് കാരണക്കാരൻ ഞാനാണല്ലെന്ന് ഓർക്കുമ്പോ ഇപ്പൊ സങ്കടം തോന്നുക. എപ്പോഴും എന്തിനാ ബാല അതിനെ കുറിച്ചൊക്കെ പറയുന്നത്? ഞാനും അമ്മയൊക്കെ അതൊക്കെ അപ്പോഴേ മറന്നു കഴിഞ്ഞു. അറിയാൻ ഞങ്ങൾക്ക് നീയാണ് ശരിയെന്ന്. എന്തൊക്കെയാടാ ഇത്? തെങ്ങിൻ തോപ്പുകള്, വാഴത്തോട്ടങ്ങള്, പച്ചക്കറികള്. ഇനി എന്താ നിനക്കുള്ളത്? കേട്ടില്ലേ, അവരുടെ കാര്യം പറയാത്തവരുള്ള പ്രതിഷേധം അറിയിച്ചതാ. അവിടെ ഒരു ഫാമുണ്ട്. നല്ല മുന്തിയ ഇനം പശുക്കള് മുതല് നമ്മുടെ നാടൻ പശുക്കള് വരെ പാല് ക്ഷീരസംഘത്തിലേക്ക് കൊടുക്കും. അതും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടുന്നത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് മാത്രം. ഞങ്ങളെ നാട് കിടത്തിയിട്ട് നീ അങ്ങ് സുഖിച്ച് ജീവിക്കണം അല്ലേ ബാല? നിന്റെ ഈ സന്തോഷത്തിന് അധികം ആയുസില്ല. ഈ സ്വത്തുക്കൾ മുഴുവൻ നഷ്ടപ്പെടുത്തി നിന്റെ സന്തോഷവും കെടുത്തി നിന്റെ കണ്ണീര് കണ്ട് ഒടുവിൽ നിന്റെ മരണവും കൂടിയിട്ടേ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകൂ. നീ എന്താടാ ആലോചിക്കുന്നത്? ഒന്നുമില്ല ബാല. സ്കൂൾ വാദ്യാര് പെൻഷനായ ശേഷം ഒരു കർഷകനായ കഥ ഞാൻ ആലോചിക്കുകയായിരുന്നു. സ്കൂൾ വാദ്യാർക്ക് മാഷിന്റെ പണി ഉണ്ടായിരുന്നപ്പോഴും ഈ പണിയൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഗോവിന്ദനെ ഇതൊക്കെ നോക്കി നടത്തിയിരുന്നെന്ന് മാത്രം. ആ വിളി കേട്ടില്ലേ നീ? കേട്ടു. എന്റെ ശബ്ദം കേട്ടതിന്റെ ഉള്ളത് പറയണല്ലോ. ഈ മൃഗങ്ങൾക്കുള്ള സ്നേഹമൊന്നും മനുഷ്യർക്കില്ല. അരികി ചെല്ലുമ്പോ കുറച്ച് പുല്ലു വല്ലതും കൊടുക്കും. അതിന്റെ നന്ദിയായി കാണിക്കുന്നത്. നമുക്ക് പോയി ഫാമൊക്കെ ഒന്ന് കണ്ടാലോ? അതിനാണല്ലോ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഓ, നീ വാ. ബാല ഒന്ന് നിന്നേ. അതെ, ആ ചെല്ലിശല്യത്തിന് മരുന്നടിക്കാൻ ആ ഗോപി നിൽക്കുക. നീ അതൊന്ന് കലക്കി കൊടുത്തിരുന്നെങ്കിൽ
ഗോപിക്ക് പണി തുടങ്ങായിരുന്നു. ഗോവിന്ദനെല്ലാം നോക്കി നടത്തുന്നു പറഞ്ഞിട്ട് മരുന്ന് കലക്കാനൊന്നും അറിയില്ലേ? കൃഷിക്ക് ചില സത്യങ്ങളുണ്ട്. മണ്ണും മരവും അല്ലേ. അവർക്ക് മരുന്ന് കളിക്കുമ്പോൾ ഒരു കൈപുണ്യം വേണം. അത് ബാലനുണ്ട്. പണ്ടും അതേ വളവും മരുന്നും ഒക്കെ ബാലന്റെ കൈകൊണ്ട് എടുത്തു തന്ന അത് ഗുണപ്പെടും. ഒന്ന് വാ ബാല, ബാ. പരമേശ്വരൻ, നീ ഒരു കാര്യം ചെയ്, നേരെ അങ്ങ് നടന്നാ മതി. അവറ്റോട് വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? ആ ലക്ഷ്യം വെച്ച് അങ്ങ് പിടിച്ചോ. ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് എത്തിയേക്കാം. ഞാൻ കാരണം ഇനി നിന്റെ ജോലി മുടക്കണ്ട. നീ വെക്കോ, ഞാൻ പൊക്കോളാം. വാ ബാല. എന്റെ ബാല, നിന്നെയും നിന്റെ കുടുംബത്തെയും തീർക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ ഇത്. പിന്നെയാ ഞങ്ങളുടെ തീരുമാനം ഒന്ന് മാറ്റിയത്. ഇഞ്ചിഞ്ചായി മരിക്കണം നീ. സങ്കടപ്പെട്ട് കരഞ്ഞ് കെട്ടി തൂങ്ങി ചാവണം. നീ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ഈ പശുക്കള് ചത്ത് വീണ നീ കരയും, കരഞ്ഞിരിക്കും. നിന്റെ മനസ്സ് തളരും.